ഗൈസ്, എനിക്ക് ജർമ്മനി വരെ എത്താൻ ടോട്ടൽ കോസ്റ്റ് വന്നത് അപ്രോക്സ് 1,20,000 ആട്ടോ. അതിലെൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡാണ്, വിസ ഫീസ് ഇൻക്ലൂഡാണ്, VFS അപ്പോയിൻമെൻറ്റ് ഇൻക്ലൂഡാണ്, പിന്നെ ഓൾ ഡോക്യുമെൻറ്റേഷൻ ഇൻക്ലൂഡാണ്. എല്ലാം കൂടെ 60 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിൽക്കുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിലാണ്. നിങ്ങളൊരു പക്ഷേ കൂടുതലും കേട്ടിട്ടുണ്ടാവുക ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിൽ വന്നിട്ട് പെട്ട് കിടക്കുന്ന ആൾക്കാർ എന്നായിരിക്കും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് നെഗറ്റീവ് സൈഡ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് പോസിറ്റീവ് സൈഡും ഉണ്ട്. പല ആൾക്കാരും അത് പറയുന്നില്ല. നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടുത്തെ എക്സ്പെൻസ് തന്നെയാണ്. കാര്യം ജർമ്മനിയിൽ ഇപ്പോൾ നിങ്ങൾ 6 മന്ത് ജോബ് സീക്കർ വിസയ്ക്ക് വരികയാണെങ്കിൽ ഒരു മാസം ഇവിടെ ജീവിക്കാൻ മിനിമം ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾ കാണണം. നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ഇത്രയും ക്യാഷ് വരുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജോലി എന്തായാലും പെട്ടെന്ന് ജോലി കിട്ടില്ല, അത് ഉറപ്പാണ്. അതിപ്പോൾ ജർമ്മനിയുടെ കേസ് മാത്രമല്ല, ഈവൻ ദുബായിൽ ഇപ്പോൾ നമ്മൾ ജോബ് സെർച്ച് ചെയ്യാൻ പോയാലും, UK ജോബ് സെർച്ച് ചെയ്യാൻ പോയാലും ഇവിടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമില്ലല്ലോ. നാട്ടിൽ നമ്മൾ നല്ലൊരു ജോബിന് ട്രൈ ചെയ്ത് നോക്കിയാലും കുറേ ടൈം എടുക്കും. പെട്ടെന്ന് എന്തായാലും നമുക്ക് നല്ലൊരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. വിചാരിച്ച പോലെ അത്ര ഈസി അല്ല. ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിന്ന് വർക്ക് വിസയിലോട്ട് മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിനിമം ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, ജർമ്മനി തന്നെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വിസാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വർക്ക് വിസ, സ്റ്റുഡൻറ്റ് വിസ, ഇപ്പോൾ 6 മന്ത് ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും അതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്കിവിടെ എത്താൻ പറ്റും. എക്സ്പെൻസും താരതമ്യേന ചീപ്പാണ്. ഇപ്പോൾ എനിക്ക് എന്തായാലും 1,20,000 ഖത്തർ എയർവേസിൻ്റെ ടിക്കറ്റിൽ എനിക്കിവിടെ ജർമ്മനിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാർട്ട് ടൈം ജോബ് അലൗഡാണ്, അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ജർമ്മൻ ജോബ് സീക്കർ വിസ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ കംപ്ലീറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ജോബ് നോക്കാൻ പറ്റും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ വിൻഡ് ടർബൈൻ ടെക്നീഷ്യനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുന്നത് ഡെൻമാർക്കിൽ നിന്നാണ്. അപ്പോൾ ഡെൻമാർക്കിൽ എനിക്ക് ഡയറക്റ്റ് പോവാം, അവിടെ കമ്പനിയിൽ കയറാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കൺവേർഷനല്ല, പുതിയൊരു പെർമിറ്റ് എടുക്കാനും പറ്റും. പക്ഷേ പ്രാക്ടിക്കലി ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ ചൂസ് ചെയ്യുന്നത് ലിത്വാനിയയിലോട്ടോ മാൾട്ടയിലോട്ടോ പെർമിറ്റ് മാറ്റുക. അതായത് യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി, വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി, നാട്ടിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ സബ്മിഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, VFS അല്ലെങ്കിൽ എംബസിയിലൊന്നും ഡേറ്റ് കിട്ടുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ജോബ് സീക്കർ വിസയിൽ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ജർമ്മനി മാത്രമല്ല ജോബ് സീക്കർ വിസ കൊടുക്കുന്നത്. ഓസ്ട്രിയ അപ്ലൈ ചെയ്യാം, സ്വീഡൻ അപ്ലൈ ചെയ്യാം, പോർച്ചുഗൽ അപ്ലൈ ചെയ്യാം. പക്ഷേ താരതമ്യേന ഇതിലൊക്കെ കുറച്ചുകൂടെ ബെസ്റ്റ് ജർമ്മനിയാണ്. പക്ഷേ ഇതിൽ ബ്ലോക്കഡ് അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് കോൺട്രാക്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, പറ്റുന്നവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ.